അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്വല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കടത്തെ തൊട്ടും രോഗത്തെ തൊട്ടും എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെയും മനസ്സിൽ നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മുറാദുകൾ ഉണ്ട്. അതൊക്കെയും ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾ കുടുംബത്തിനും എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിന് വലിയ നീറൽ അനുഭവപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, പണം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്ന ദുആക്ക് ഇജാബത്തുള്ള ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റമളാൻ മാസം. ഈ പരിശുദ്ധമായ റമളാൻ മാസം നമ്മിൽ നിന്നും വിട പറയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാത്രമല്ല, ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മഹത്വമുള്ള ഒരു രാവാണ് ഇനി നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ രാവാണ് പരിശുദ്ധമായ 27-ാം രാവ്, ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുള്ള രാവ്. ഈ രാവിൽ നിങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ധാരാളം പാരായണം ചെയ്യണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകില്ല, കടങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ പരീക്ഷിക്കില്ല. റമളാൻ 27-ാം രാവിൽ മാത്രമല്ല, നിങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല. മാത്രമല്ല, ഒട്ടനേകം ഗുണങ്ങൾ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ധാരാളം പണം അത്യാവശ്യമാണ്. മാത്രമല്ല, സമൂഹത്തിൻ്റെ ഇടയിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ ഒരു നിലയും വിലയും ഒക്കെ വേണമെങ്കിൽ, ഒരു പരിഗണന വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം, സമ്പത്ത് വേണം. നമുക്ക് അല്പം സാമ്പത്തികമായിട്ട് മോശമാണെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് പോലും നമ്മോട് ഇഷ്ടമുണ്ടാകില്ല. എല്ലാ ഭാര്യയും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ കൂടുതൽ ഭാര്യമാർക്കും അതുപോലെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കൊന്നും നമ്മോട് ഒരു ഇഷ്ടമോ നമ്മെ ഒരു വില കൽപ്പിക്കുകയോ ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇനി നമ്മുടെ അടുത്ത് ഒരുപാട് പണമുണ്ട്, നമ്മൾ വലിയ പണക്കാരനാണ്, വലിയ സമ്പത്തിൻ്റെ ഉടമയാണ്, എന്നാൽ നമ്മൾ ഒരു ചില്ലി കാശ് പോലും ആർക്കും നൽകുന്നില്ല, വലിയ പിശുക്കനാണ്. എന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെ നമുക്കൊരു വിലയുണ്ടാകും. എല്ലാവരും നമ്മെ പരിഗണിക്കും, നമ്മൾ പറയുന്നതൊക്കെ അവർ അനുസരിക്കും. നമ്മൾ അവർക്ക് ഒന്നും കൊടുത്തിട്ടല്ല, അവരെ സഹായിച്ചിട്ടല്ല, എന്നാലും നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട് എന്നറിഞ്ഞാൽ അവർ നമ്മെ സഹായിക്കും. അവർ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും വെറുതെ ചെയ്തു തരും. മാത്രമല്ല, പണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ കല്യാണമോ സൽക്കാരമോ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകളെത്തും. അവർക്കൊന്നും കൊടുക്കേണ്ട, അവരോടൊന്നും പറയേണ്ട, അവർ വെറുതെ അതൊക്കെയും ചെയ്തു കൊടുക്കും, ഭംഗിയായി വൃത്തിയായി ചെയ്തു കൊടുക്കും. ഇതൊക്കെയും ഒരുപാട് ആളുകളുടെ ഒരു സ്വഭാവ രീതിയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഒരു പാവപ്പെട്ട ആളുകളുടെ വീട്ടിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഈ പണക്കാര വീട്ടിൽ വെറുതെ സഹായിച്ചു കൊടുത്ത ആളുകളൊന്നും അവിടെ കാണില്ല. അത് ആളുകളുടെ ഒരു സ്വഭാവ രീതിയാണത്. പണത്തിൻ്റെ മീതെ പരുന്തും പറക്കില്ല എന്ന് പലരും പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുത്ത് കയ്യിൽ പണമില്ലെങ്കിൽ ആർക്കും നമ്മെ വേണ്ടിവരില്ല. മാത്രമല്ല,
ആളുകളുടെ പരിഗണന കിട്ടിയില്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കാം. എന്നാൽ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ വലിയ പ്രയാസമാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ. പിന്നീട് കടങ്ങൾ വാങ്ങേണ്ടി വരും. കടം വാങ്ങിയാൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, കടത്തോടുകൂടി മരണപ്പെട്ടാൽ പിന്നീട് വരുന്ന അദാബ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം എന്നുള്ളത് ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കും. നമ്മുടെ കയ്യിൽ സമ്പത്ത്, പണം നമ്മുടെ മരണം വരെ ഉണ്ടാകൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഈ ദുനിയാവിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ, കടങ്ങൾ വാങ്ങാതെ, അന്തസ്സോടുകൂടിയും അഭിമാനത്തോടുകൂടിയും ജീവിക്കാനുള്ള സാമ്പത്തിക ഐശ്വര്യം, സാമ്പത്തിക അഭിവൃദ്ധി നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ. പറഞ്ഞു വന്നത്, നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ ഇന്ന് ധാരാളം ആളുകളും ജോലി പോലുമില്ലാതെ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കാരായിട്ട് ജീവിക്കുന്നവരാണ് ഇന്ന് ധാരാളം ആളുകളും. എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിലും ഭൂരിഭാഗം ആളുകളും കടക്കാരായിരിക്കും. നിങ്ങളുടെ കടങ്ങളൊന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ. എന്നാൽ ജീവിതത്തിൽ ജോലിയില്ലാതെയും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയും അതുപോലെ തന്നെ വലിയ ഭീമമായ തുക കടക്കാരായിട്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ, ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല, നിങ്ങളുടെ ജീവിതത്തിൽ കടമുണ്ടാവില്ല. നിങ്ങളുടെ ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരും. മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് നൽകും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 5 വക്ത് നിസ്കാരം എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. ഇന്ന് കൂടുതൽ ആളുകളുടെയും ഒരു സ്വഭാവശീലമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആ ദിവസത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് ബറക്കത്തുണ്ടാകില്ല. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് ബറക്കത്തുണ്ടാകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക എന്നുള്ളത്. എന്നാൽ ആ സമയത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാൻ വലിയ സുഖമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈത്താൻ നമ്മെ വലിയ രീതിയിൽ സുഖിപ്പിച്ച് ഉറക്കുന്ന സമയമാണ് അത്. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ശൈത്താൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഇല്ലാതെയാക്കുകയും ചെയ്യും. അതാണ് ശൈത്താൻ്റെ പണി. അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾക്കും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ വലിയ മടിയുണ്ടാകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈത്താൻ്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടും. കാരണം ശൈത്താൻ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവനാണ്. അതിനു വേണ്ടിയിട്ട് അവൻ എന്തും വേണമെങ്കിൽ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ശൈത്താൻ്റെ ശല്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും 5 വക്ത് നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കരുത്. മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം ഖളാ ആതെ നിസ്കരിക്കണം. നിങ്ങൾ എണീൽക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. എന്നതിന് ശേഷം സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. നിങ്ങൾ ആ നിസ്കാരപ്പാഴയിൽ അതുപോലെ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഖുർആൻ എടുത്ത് ഖുർആൻ ഓതില്ലെങ്കിലും ആ ഖുർആനിലേക്ക് നോക്കി നിന്നാലും നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്.
ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങാതെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ബറക്കത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും. നിങ്ങൾക്ക് ആ ദിവസം ടെൻഷൻ ഉണ്ടാകില്ല. മാത്രമല്ല ഞാൻ ഈ കാര്യം പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല. സുബഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന് വലിയ മഹത്വങ്ങളുണ്ട്, വലിയ ഫലങ്ങളുണ്ട്. ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. എന്നാൽ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് പരിശുദ്ധമായ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രമല്ല അവൻ്റെ ശരീരത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്നും ഹറാമാക്കും. അതായത് നരകത്തിൽ അവനെ ഇടില്ല. ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ്, നബിയെ, ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ്, എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം, ഞാൻ വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നീ നിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക. അത് ഇനി വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ആൾ ഇല്ലെങ്കിലും നീ സലാം പറയുക. എന്നിട്ട് നീ വീട്ടിൽ കയറുക. എന്നതിന് ശേഷം എൻ്റെ മേലിൽ നീ സ്വലാത്തും സലാമും പറയുക. എന്നിട്ട് നീ സൂറത്തുൽ ഇഖ്ലാസ് 1 പ്രാവശ്യം പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനിക്ക് റിസ്കിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തു, ധാരാളം സമ്പത്ത് നൽകി. പണത്തിൻ്റെ കാര്യത്തിൽ ആ മനുഷ്യന് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ധാരാളം പണം അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് നൽകി. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതെയാകുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമില്ലാതെയാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും എല്ലാവരും ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ തന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതി തുടങ്ങുക. ചുരുങ്ങിയത് നിങ്ങൾ ഒരു 11 സൂറത്തുൽ ഇഖ്ലാസെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം. മാത്രമല്ല ഈ വരുന്ന 27-ാം രാവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകാൻ അത് കാരണമാകും. അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.